ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ട്സ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് എക്സൽ ഫങ്ഷൻസ് ആണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു 4 എക്സൽ ഫങ്ഷൻസ് ആണ്. അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അഗ്രിഗേറ്റ് ഫംഗ്ഷനെ പറ്റിയിട്ട് പഠിക്കാം. അഗ്രിഗേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്രിഗേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ലോട്ട് ഓഫ് ഫങ്ഷൻസ് എക്സലിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഈ അഗ്രിഗേറ്റ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് ഫങ്ഷൻസ്, ഏകദേശം ഒരു 19 ഓപ്പറേഷൻസ് അവൈലബിൾ ആണ് ഈ അഗ്രിഗേറ്റ് ഫംഗ്ഷനിൽ. 19 ഓപ്പറേഷൻസ് എന്ന് പറയുമ്പം എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവറേജ്, സം, കൗണ്ട്, മാക്സിമം, മിനിമം, ഇങ്ങനെയുള്ള കുറേ ഓപ്പറേഷൻസ് ഉണ്ടല്ലോ. നമ്മൾ ഇൻഡിവിജ്വലി ചെയ്യുന്ന ഓപ്പറേഷൻസ്, അതായത് സമ്മ് കാണണമെങ്കിൽ സം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടാണ് ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് അഗ്രിഗേറ്റ് എന്ന് പറയുന്ന ഒരൊറ്റ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 19 ഓപ്പറേഷൻസ് അതിൽ അവൈലബിൾ ആയിരിക്കും. അതാണ് ഈ അഗ്രിഗേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മുന്നേയുള്ള വേർഷൻ എന്ന് പറയുന്നത് സബ് ടോട്ടൽ എന്ന് പറയുന്നതാണ്. അതിന് ഏകദേശം 11 ഓപ്പറേഷൻസ് ആണ്. മാത്രമല്ല ഇതിൽ ഞാൻ പറയുന്നുണ്ട് ഓപ്ഷണലി ഇഗ്നോറിങ് ഹിഡൻ റോസ് ആൻഡ് എറേഴ്സ് എന്ന്. അതായത് ഇതിലൊരു ഓപ്ഷൻ ഉണ്ട്. എന്താണ് അതിന്? ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിലൊന്നാണ് ഹിഡൻ റോസും എറേഴ്സും നമുക്ക് ഇഗ്നോർ ചെയ്യാം. അത് ഇഗ്നോർ ചെയ്തിട്ട് നമുക്ക് കാൽക്കുലേഷൻ നമുക്ക് എളുപ്പമാക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ നമ്മുടെ ABC ലിസ്റ്റ്, എംപ്ലോയീസിൻ്റെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ ഇവിടെ ആനുവൽ സാലറി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ആനുവൽ സാലറി ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഒരു എറർ വാല്യൂ ഉണ്ടല്ലേ. സം ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈക്വൽ ടു ഇട്ടു, സം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ദെൻ എന്താണ്, ഞാൻ ജസ്റ്റ് ഈ ഒരു വാല്യൂസ് ഒന്ന് സെലക്ട് ചെയ്യാൻ പോവാണ്. ദെൻ അഗെയിൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കീ അടിക്കുന്നു. കണ്ടോ, ഇവിടെ എന്താണ് വന്നത്? വാല്യൂ എററാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മുടെ ഒരു എറർ ഉള്ളത് കൊണ്ട് നമുക്കവിടെ എന്ത് കിട്ടിയില്ല? നമ്മുടെ സമ്മിൻ്റെ എക്സാക്റ്റ് കാൽക്കുലേഷൻ, മീൻസ് നമുക്ക് എററാണ് വന്നത്, കാൽക്കുലേഷൻ ഒന്നും നടന്നില്ല അല്ലേ. അതേസമയം ഞാനിവിടെ അപ്പോൾ ഒരു ലാർജ് ലിസ്റ്റ് ഓഫ് ഡാറ്റയൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഇങ്ങനെ ഇടയ്ക്ക് ഒരു എററൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ കിട്ടില്ല. അപ്പോൾ അഗ്രിഗേറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈക്വൽ ടു ഇടുക, ദെൻ അഗ്രിഗേറ്റ് എന്ന് അടിച്ചു കൊടുക്കുക. അത് വരുന്നുണ്ട്. ടാപ്പ് കീ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ദെൻ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഞാനിതിൻ്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് ആർഗ്യുമെൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം വരുന്നത് ഫംഗ്ഷൻ നം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് ആണ്. കണ്ടല്ലോ, ഫംഗ്ഷൻ നം എന്ന് പറഞ്ഞിട്ടുള്ള ആർഗ്യുമെൻ്റ് ആണ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻസ് ടു പെർഫോം എന്ന് പറയാം വേണമെങ്കിൽ. അതായത് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്, ഈ ലിസ്റ്റിൽ കാണുന്നുണ്ടല്ലോ, ആവറേജ്, കൗണ്ട്, എ, മാക്സ്, മിൻ, പ്രോഡക്റ്റ്, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഓപ്പറേഷൻസ്, അതായത് ഏകദേശം 19 ഓപ്പറേഷൻസ് നോക്കാം. ഓക്കെ, ഇതാ 19 ഓപ്പറേഷൻസ് അവൈലബിൾ ആണ്. അതാണ് നമുക്ക് ഇവിടെ പറയുന്നത്. ഇതിൽ ഞാൻ എടുക്കാൻ പോകുന്നത് 9th ഓപ്പറേഷനാണ്, അതായത് സം ആണ്. സം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? മീൻസ് നമ്മളൊന്നും ചെയ്യേണ്ട, അത് സെലക്ട് ആവുന്ന വാല്യൂ എന്ന് പറയുന്നത് 9 ആയിരിക്കും. ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. സം എന്ന് പറഞ്ഞിട്ട് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, 9 എന്ന് പറഞ്ഞ വാല്യൂ ആണ് അവിടെ വന്നിട്ടുള്ളത്. ദെൻ ഞാനിവിടെ കോമ ഇട്ട് കൊടുക്കുകയാണ്. ഇനി എന്താണ്? ഓപ്ഷൻസ് എന്നതാണ് എൻ്റെ അടുത്തത് അല്ലേ. സെക്കൻഡ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇത്രയുമാണ് എനിക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് 7 ആണ് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നുകിൽ ഇഗ്നോർ നെസ്റ്റഡ് സബ് ടോട്ടൽ ആൻഡ് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ, ഇഗ്നോർ ഹിഡൻ റോസ് ആൻഡ് നെസ്റ്റഡ് സബ് ടോട്ടൽ ആൻഡ് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതിൽ ഇഗ്നോർ നത്തിങ് ഉണ്ട്, ഒന്നും വേണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇഗ്നോർ ഹിഡൻ റോസ് എന്ന് പറയുമ്പോൾ, അതായത് ഒന്നും ഇഗ്നോർ ചെയ്യണ്ടെങ്കിൽ, ഇഗ്നോർ ഹിഡൻ റോസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഹിഡൻ റോസ് ഉണ്ട്, സപ്പോസ് ഞാനിവിടെ 6 to 9 ഹിഡൻ റോസ് ആയിട്ട് വെച്ചിട്ട് ആണ് ഉള്ളതെങ്കിൽ, അത് കാൽക്കുലേഷനിൽ എടുക്കേണ്ട എങ്കിൽ എനിക്കവിടെ ഇഗ്നോർ ഹിഡൻ റോസ് എടുക്കാം. ഇനി ഇഗ്നോർ എറർ വാല്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ രണ്ടും ഒന്നിച്ച് ഇഗ്നോർ ഹിഡൻ റോസ് ആൻഡ് എറർ വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അഗ്രിഗേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇങ്ങനെ നമുക്ക് എറേഴ്സും ഹിഡൻ റോസും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് ഒഴിവാക്കാമെന്നുള്ളത്. ഓക്കെ, ദെൻ അപ്പോൾ ഞാനിവിടെ സെലക്ട് ഈ സബ് ടോട്ടലും അഗ്രിഗേറ്റ് ഫംഗ്ഷനും എന്താണെന്നറിയോ? നമ്മളിപ്പോൾ ഒരുപാട് ലിസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ ഈ ഒരു പാർട്ടിൽ ഇവിടെ വെച്ച് നമ്മളൊരു ടോട്ടൽ കണ്ടു. ഓക്കെ, സബ് ടോട്ടൽ കണ്ടു എന്ന് വിചാരിക്കുക. ദെൻ എഗെയിൻ ഈ പാർട്ടിൽ എഗെയിൻ ഇവിടെ ഒരു സബ് ടോട്ടൽ കണ്ടു എന്ന് വിചാരിക്കുക. നമുക്കിതൊന്നും അല്ല വേണ്ടത്, ഈ ഒരു പാർട്ടിൻ്റെയും സമ്മാണ് വേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ ടോട്ടൽ ഇവിടെ ഈ സബ് ടോട്ടലും വേണ്ട, ഇവിടെ കണ്ട സബ് ടോട്ടലും വേണ്ട. ഓക്കെ,
അപ്പോൾ അതിനെ രണ്ടിനെയും ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇഗ്നോർ സബ് ടോട്ടൽ എന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഓപ്ഷനിൽ ഞാനിവിടെ ഇഗ്നോർ ഹിഡൻ റോസ് ആൻഡ് എറർ വാല്യൂസ് സെലക്ട് ചെയ്യുകയാണ്. അല്ല എനിക്കിവിടെ വാല്യൂസ് എറർ മാത്രമേ ഉള്ളൂ എങ്കിൽ എനിക്ക് വാല്യൂ എറർ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്പർ മാറും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇഗ്നോർ എറർ വാല്യൂസ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്തതാണ്. അപ്പോൾ 6 ആവും. ഇവിടെ എല്ലാം നമ്പറിലാണ്. ഓക്കെ, ദെൻ അഗെയിൻ കോമ ഇടുന്നു. അടുത്ത എന്താണ്? REF1 എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ, REF1 എന്ന് പറഞ്ഞിട്ടാണുള്ളത്. അതെന്താണ് സംഭവം? അതെന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ്. അതായത് എനിക്കിപ്പോൾ എന്താണ് ഈ ഒരു എറേ ഓഫ് വാല്യൂസ് ൻ്റെ സമ്മാണ് എനിക്ക് കാണേണ്ടത് അല്ലേ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടം മുതൽ ഇവിടം വരെയും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് നമുക്ക് വേണ്ടാത്തൊരു പാരാമീറ്ററാണ്. അതെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് REF2 എന്ന് പറയുന്ന സംഭവം ഓൺലി ഫോർ സ്മോൾ ആൻഡ് ലാർജ് ഫങ്ഷൻ. അത് ആ ലിസ്റ്റിലുണ്ട്. ആ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുമ്പോൾ, അതായത് സ്മോൾ ലാർജ് ഇതൊക്കെ പെർഫോം ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് അടുത്ത പാരാമീറ്റർ വേണ്ടു. അപ്പോൾ ഇതിൽ ജസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് ഇവിടെ ടോട്ടൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ടോട്ടൽ കാണുന്നത്. മനസ്സിലായല്ലോ? ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് വിൽ വർക്ക് ഫോർ ഓൾ എക്സൽ വേർഷനാണ്. എല്ലാ എക്സൽ വേർഷനും ഇത് വർക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ നമ്മുടെ അഗ്രിഗേറ്റ് ഫംഗ്ഷനെ പറ്റിയിട്ട് പറയാൻ പോകുന്നത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു അതിൻ്റെ എന്താണെന്നുള്ളതിൻ്റെ ഐഡിയ കിട്ടി. അതുപോലെ തന്നെ നിങ്ങൾക്ക് സിൻടാക്സ് മനസ്സിലായി അല്ലേ. അതേപോലെ തന്നെ ഇതിൻ്റെ റിട്ടേൺ വാല്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ എന്ത് ഫംഗ്ഷനാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു എന്താണ് ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഇതെപ്പോഴും വെർട്ടിക്കൽ റേഞ്ചസിന് വേണ്ടിയിട്ട് മാത്രമേ വർക്ക് ആവുള്ളൂ. ഹൊറിസോണ്ടൽ റേഞ്ചസിൽ ഇത് വർക്ക് ആവില്ല. ഓക്കെ, ദെൻ നമുക്കൊന്ന് മിനിമം കണ്ടു നോക്കാം അല്ലേ. ഇത് യൂസ് ചെയ്തിട്ട് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് മിനിമം കണ്ടു നോക്കാം. ഈക്വൽ ടു ഇടുകയാണ്. ദെൻ എന്താണ് ഇത് ഈ ഒരു സെറ്റ് ഓഫ് വാല്യൂസിൽ നിന്നുള്ള മിനിമം വാല്യൂസ് ആണ് ഞാൻ കാണാൻ പോകുന്നത്. അഗ്രിഗേറ്റ് എടുത്തു. ദെൻ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആവറേജ് മിനിമം ആണ് എനിക്ക് വേണ്ടത് അല്ലേ. ഓക്കെ, മിനിമം ഞാൻ സെലക്ട് ചെയ്തു. 5 ആണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. കോമ ഇടുക. ദെൻ ഇഗ്നോർ എറർ വാല്യൂസ് എടുക്കുക. ഹിഡൻ റോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടും കൂടെ ഒന്നിച്ചുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ കോമ ഇടുന്നു. വീണ്ടും എന്താണ് വേണ്ടത്? എനിക്ക് വേണ്ടത് ഓപ്ഷൻസ് REF എന്ന് പറഞ്ഞാൽ, അതായത് എൻ്റെ ഈ സെറ്റ് ഓഫ് വാല്യൂസ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ദെൻ ഞാൻ എൻ്റർ കീ പ്രസ് ചെയ്യുകയാണ്. ഇതിൽ മിനിമം എന്ന് പറയുന്നത് എന്താണ് 26,400 ആണ് അല്ലേ. നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏതാണ് മിനിമം വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അത് തന്നെയാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഇനി ഞാനിവിടെ ഫോർത്ത് പാരാമീറ്ററും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിളും കൂടി ഇട്ടിട്ടുണ്ട്. അതായത് ലാർജ്, നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ലാർജ് നമ്പറാണ്, ലാർജസ്റ്റ് ആനുവൽ സാലറി ആണ് നമ്മളിവിടെ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല ലാർജസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ ആദ്യത്തെ ലാർജസ്റ്റ് നമ്പർ അല്ല, അതായത് ഏറ്റവും ലാർജസ്റ്റ് നമ്പർ അല്ല, സെക്കൻഡ് ലാർജസ്റ്റ് നമ്പറാണ് ഞാനിവിടെ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈക്വൽ ടു സിമ്പിൾ ഇടുന്നു, അഗ്രിഗേറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ എന്താണ് ലാർജ് എന്ന് പറയുന്ന ഓപ്ഷനാണല്ലേ വേണ്ടത്. ഓക്കെ, ലാർജ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. 14th ആണ് അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. ദെൻ കോമ ഇടുക. ദെൻ ഇഗ്നോർ എറർ വാല്യൂസ്. ദെൻ അഗെയിൻ കോമ. ദെൻ എന്താണ് അറേ അല്ലേ, വാല്യൂസിൻ്റെ ആ ഒരു ലിസ്റ്റ് എടുക്കുക ഇവിടം വരെ. ഓക്കെ, ദെൻ അഗെയിൻ കോമ ഇടുക. ദെൻ എന്താ വേണ്ടത്? ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എത്രാമത്തെ ലാർജസ്റ്റ് നമ്പർ ആണോ വേണ്ടത്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്മോളസ്റ്റ് നമ്പർ ആണെങ്കിലും എത്രാമത്തെ സ്മോളസ്റ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് നമ്പറാണ്. അപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുക്കേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആണ്. സെക്കൻഡിന് 2 എന്നിട്ട് കൊടുക്കുക. ദെൻ നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ ഇവിടെ വരും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇതിപ്പോൾ കുറച്ച് വാല്യൂസ് ഉള്ളതുകൊണ്ട് നമുക്ക് വേഗം ഫസ്റ്റ് ലാർജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് വരിക അല്ലേ, 11 തുടങ്ങുന്നതാണ് വരിക. ഇത് സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൽ 8 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് തന്നെയാണ് 85,200 ആണ് നമുക്ക് സെക്കൻഡ് ലാർജസ്റ്റ് നമ്പറിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാൽക്കുലേഷൻസ് ഒക്കെ നമുക്ക് എന്താണ് ഒറ്റ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടല്ലേ, എന്ത് വേണമെങ്കിലും ഒരു 19 ഫംഗ്ഷൻസ് നമുക്കിത് യൂസ് ചെയ്തിട്ട് കാണാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പം നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഫംഗ്ഷൻ നോക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ പറയാൻ പോകുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്,
നമ്മുടെ സം ഇഫ് എസ്, കൗണ്ട് ഇഫ് എസ്, അതുപോലെ തന്നെ ആവറേജ് ഇഫ് എസ് ആണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്കറിയാം ഒരു എസ് ഉണ്ടല്ലേ. എന്താണ് സംഭവം? അതായത് സം ഇഫ് എസ് എന്ന് പറയുന്നത് നമുക്ക് മുന്നേ ഉണ്ടായിരുന്നു. സം ഇഫ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് നമുക്ക് ഒരു ക്രൈറ്റീരിയ മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സം ഇഫ് എസ് യൂസ് ചെയ്തിട്ടാകുമ്പം നമുക്ക് മോർ ദാൻ 1 ക്രൈറ്റീരിയ, ദാറ്റ് മീൻസ് അപ് ടു 29 ക്രൈറ്റീരിയാസിനെ ഈ ഒരു സംഭവം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു ബിഗ് ടേബിളാണ് ഇവിടെ ഉള്ളത്. ഇതിൽ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്, ലിവിങ് റൂമും ഡൈനിങ്ങും, അതുപോലെ തന്നെ അതിൻ്റെ കളർ എന്ന് പറയുന്നത് ലിവിങ് റൂമിൻ്റെ അത് റൂബി ആയിരിക്കണം, ഡൈനിങ് എബണി ആയിരിക്കണം. അതല്ല സംഭവങ്ങളുടെ റവന്യൂസ് ആണ് നമുക്കിവിടെ റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കണ്ടീഷൻ അല്ല ഉള്ളത്, നമുക്ക് മോർ ദാൻ 1 ക്രൈറ്റീരിയ ഉണ്ട്. സോ വി ഹാവ് ടു യൂസ് എന്താണ് സം ഇഫ് എസ്. ഓക്കെ, സം ഇഫ് ആണ് മീൻസ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് സം ഇഫ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് സം ഇഫ് എസ് ആണ്. അത് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ അതിൽ പറയുന്നത് എന്താണ്, ഫസ്റ്റ് നമുക്ക് സം റേഞ്ച് ആണ് വേണ്ടത്. സം റേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണോ റിട്ടേൺ ചെയ്യേണ്ടത് റവന്യൂ ആണ്. അതിൻ്റെ റേഞ്ച് എവിടെയാണ് കിടക്കുന്നത്, ഇവിടെയാണ്. അത് സെലക്ട് ചെയ്യുക, കോമ ഇടുക. ദെൻ സം റേഞ്ച് കഴിഞ്ഞാൽ ക്രൈറ്റീരിയ റേഞ്ച് ആണ്. ഓക്കെ, ക്രൈറ്റീരിയ റേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്, ഫസ്റ്റ് ക്രൈറ്റീരിയ എന്താ, ലിവിങ് റൂം ആണ് അല്ലേ. ലിവിങ് റൂം കിടക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിലാണ്. സോ വി ഹാവ് ടു സെലക്ട് ദ എന്താണ് ഡിപ്പാർട്ട്മെൻറ്റ് കോളം. ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയാണോ കിടക്കുന്നത് അതിൻ്റെ കോളം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോളമാണ്. ഇനി ഓക്കെ, കോമ ഇടാം. അടുത്തത് എന്താ പറയുന്നത്, ക്രൈറ്റീരിയ റേഞ്ച് 1 സെലക്ട് ചെയ്തു. ഇനി ക്രൈറ്റീരിയ 1 ലിവിങ് റൂമാണ്. ഇനി എഗെയിൻ കോമ ഇടുക. ദെൻ ക്രൈറ്റീരിയ റേഞ്ച് 2 ആണ്. ക്രൈറ്റീരിയ റേഞ്ച് എന്താണ്, റൂബി എന്നതാണ് അല്ലേ, കളർ. സെക്കൻഡ് ക്രൈറ്റീരിയ റൂബി ആണ്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എവിടെയാണ് കിടക്കുന്നത്, കളറിലായിരിക്കും. അപ്പോൾ അത് പോയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. എഗെയിൻ കോമ ഇടുക. ഇനി എന്താ വേണ്ടത്, ക്രൈറ്റീരിയ 2 ആണ്. അതായത് റേഞ്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്രൈറ്റീരിയ 2 ഇതും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞു. നമുക്ക് നമ്മുടെ പാരന്തസിസ് ക്ലോസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, എൻ്റർ കീ അടിക്കാം. കണ്ടോ, അതിൻ്റെ ലിവിങ് റൂം റൂബി ഉള്ളതിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് ഇതാണ്. മനസ്സിലായല്ലോ. അപ്പോൾ അതിൻ്റെ സം ചെയ്തിട്ട് വന്നു. അതായത് ലിവിങ് റൂമാണ്, അതേസമയം അത് റൂബി ആയിരിക്കും. അതിൻ്റെ സം ചെയ്തിട്ടുള്ള എത്രത്തോളം ലിവിങ് റൂംസ് റൂബി ആയിട്ടുണ്ടോ അതിൻ്റെ റവന്യൂ ആണ് നമുക്ക് റിട്ടേൺ ചെയ്തിട്ടുള്ളത്. മനസ്സിലായല്ലോ. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് കോഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ്. നമ്മൾ ആദ്യം സം റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ എപ്പോഴും പറയുന്ന ക്രൈറ്റീരിയ റേഞ്ച് ആണ്. ക്രൈറ്റീരിയ റേഞ്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്രൈറ്റീരിയ എന്താണ്, കറസ്പോണ്ടിങ് ക്രൈറ്റീരിയ. എഗെയിൻ ക്രൈറ്റീരിയ റേഞ്ച്, പിന്നെ കറസ്പോണ്ടിങ് ക്രൈറ്റീരിയ. അങ്ങനെ നമുക്ക് എത്രത്തോളം ക്രൈറ്റീരിയാസ് ഉണ്ടോ അതൊക്കെ നമുക്ക് എങ്ങനെയാണ് കൗണ്ട് ഇഫ് എസ് യൂസ് ചെയ്യാന്ന് പറയാം. ഞാനിവിടെ റിട്ടേൺ ചെയ്യാൻ പോകുന്നത് കിഡ്സ് റൂമിൻ്റെ എത്ര കിഡ്സ് റൂം ഉണ്ടോ അതിൻ്റെ കൗണ്ട് ഇവിടെ റിട്ടേൺ ചെയ്യണം. അതേപോലെ തന്നെ എത്ര ബെഡ്റൂം ഉണ്ടോ, പക്ഷേ ബെഡ്റൂമിൻ്റെ കളർ ക്രീം ആയിരിക്കണം. അപ്പോൾ ഇത് ഒരു ക്രൈറ്റീരിയ മാത്രം വെച്ചിട്ടും ഇത് മോർ ദാൻ 1 ക്രൈറ്റീരിയ വെച്ചിട്ടുമാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് മീൻസ് ഇത് കിഡ്സ് റൂമിൻ്റെ എണ്ണം മാത്രമേ നമുക്ക് വേണ്ടൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് കൗണ്ട് ഇഫ് മാത്രമാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഈഫ് ഈക്വൽ ടു ഇടാൻ വിട്ടുപോയി. ഈക്വൽ ടു കൗണ്ട് ഇഫ് എന്ന് പറഞ്ഞിട്ട് എടുക്കുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഇതിൽ നമുക്ക് ഇതേ വേണ്ടു, റേഞ്ചും ക്രൈറ്റീരിയയും. അതായത് കിഡ്സ് റൂമിൻ്റെ റേഞ്ച് എവിടെയാണോ അത് എവിടെയാണ് കിടക്കുന്നത്, കിഡ്സ് റൂം എന്ന് പറയുന്നത് ഇവിടെയാണല്ലേ. ആ ഒരു റേഞ്ച് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ അടുത്തത് എന്താ വേണ്ടത്, കോമ ഇടുക. ദെൻ വേണ്ടത് എന്താണ്, ക്രൈറ്റീരിയ. അതായത് കിഡ്സ് റൂം എന്ന് പറഞ്ഞാണ് എൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് പാരന്തസിസ് ക്ലോസ് ചെയ്തു, എൻ്റർ കീ അടിച്ചു. കിഡ്സ് റൂം 5 കിഡ്സ് റൂമാണ് ഉള്ളത്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ സപ്പോസ് നിങ്ങൾ കിഡ്സ് റൂം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലില്ലേ, നിങ്ങൾ ക്വാഡ്സിൽ കിഡ്സ് റൂം എന്ന് പറഞ്ഞിട്ട് ഈ ഇക്വേഷനിൽ ഈ കോളം സെലക്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ കോഡ്സിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്താൽ മതി. കിഡ്സ് റൂം എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി അങ്ങനെയുള്ള ടൈമിൽ. ഓക്കെ, ദെൻ ഇനി ഞാൻ ഇവിടെ അടുത്ത് ക്രൈറ്റീരിയ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈക്വൽ ടു സിമ്പിൾ ഇടുന്നു, കൗണ്ട് ഇഫ് എസ് എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ക്രൈറ്റീരിയ റേഞ്ച് 1 ആണ് അവിടെ വേണ്ടത്. ക്രൈറ്റീരിയ റേഞ്ച് 1 എന്ന് പറയുമ്പം ബെഡ്റൂം ആണല്ലേ. അതിൻ്റെ ക്രൈറ്റീരിയ റേഞ്ച് 1 എവിടെയാണോ കിടക്കുന്നത് അതൊന്ന് പോയി സെലക്ട് ചെയ്ത് കൊടുക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ലേ. അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ നമ്മൾ കോമ ഇടണം. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ക്രൈറ്റീരിയ ദാറ്റ് മീൻസ് ബെഡ്റൂം എന്ന് പറയുന്നത്. ദെൻ കോമ ഇട്ടുന്നു. ഇനി ക്രീം എന്ന് പറയുന്നത് അതിൻ്റെ ക്രൈറ്റീരിയ റേഞ്ചാണ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് കളർ ഇവിടെയാണുള്ളത്. കളർ സെലക്ട് ചെയ്തു, കോമ ഇടുന്നു. പിന്നെന്താ വേണ്ടത്, ക്രൈറ്റീരിയ, അതായത് ക്രീം എന്ന് പറയുന്നത് ക്രൈറ്റീരിയ.
ജസ്റ്റ് എൻ്റർ കീ അടിച്ചിട്ടുണ്ടെങ്കിൽ വരും. ബെഡ്റൂം ക്രീം എന്ന് പറയുന്നത് 2 ആണുള്ളത്. മനസ്സിലായല്ലോ. അടുത്തായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താണ്, ആവറേജ് ഈഫസ് ആണ്. ഓക്കെ, ആവറേജ് ഈഫ് നമുക്ക് യൂസ് ചെയ്യാം കണ്ടീഷൻസ് ഒന്നേ ഉള്ളൂ എങ്കിൽ. അതല്ല എങ്കിൽ നമുക്ക് ആവറേജ് ഈഫസ് യൂസ് ചെയ്യാം. ആവറേജ് ഈഫസ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, കളറുണ്ട്. ഇതിൽ ഞാൻ ഈ രണ്ടും മീറ്റ് ചെയ്യുന്ന സംഭവത്തിൻ്റെ ആവറേജ് പ്രൈസാണ് ഞാൻ ഈ ടൈമിൽ റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. പ്രൈസ് ഇവിടെയാണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ ഇക്വേഷൻ അടിക്കുകയാണ്. ആവറേജ് ഈഫസ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് ഇവിടെ. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതാ ആവറേജ് ഈഫസ്. ഓക്കെ, ദെൻ എന്താണ് ഫസ്റ്റ് വരുന്നത് എന്നാണ് ആവറേജ് റേഞ്ച്. ദാറ്റ് മീൻസ് എനിക്ക് എന്തിൻ്റെ ആണോ റിസൾട്ട് വേണ്ടത് അതിൻ്റെ റേഞ്ച്. അത് ഞാനിവിടെ എല്ലാം വളരെ ഈസിയാണ്. നമുക്ക് ഒന്നാമത് എക്സൽ തന്നെ പറഞ്ഞിരുന്നുണ്ട് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നല്ലേ. അപ്പോൾ ജസ്റ്റ് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇക്വേഷൻസൊക്കെ വാല്യൂസൊക്കെ ഇട്ട് കൊടുക്കാം. ദെൻ ആവറേജ് റേഞ്ച് കഴിഞ്ഞാൽ ക്രൈറ്റീരിയ റേഞ്ച് 1. ഫസ്റ്റ് ക്രൈറ്റീരിയ എന്താണ്, ലിവിങ് റൂമാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻ്റ് ആണ് നമ്മുടെ ക്രൈറ്റീരിയ 1 എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുകയാണ്. ഇനി ഞാൻ ഇവിടുന്ന് തന്നെ ഇക്വേഷൻ ഇടാം. ഇതാണ് നമുക്ക് ഈസി. ദെൻ അടുത്തത് എന്താണ്, ക്രൈറ്റീരിയ 1 ആണ്. എന്താണ് ക്രൈറ്റീരിയ 1 എന്ന് പറയുന്നത്, ജസ്റ്റ് എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. ക്രൈറ്റീരിയ 1 എന്ന് പറയുന്നത് റൂബി ആണ് അല്ലേ, ലിവിങ് റൂമാണ്. ഓക്കെ, ലിവിങ് റൂമാണ് ക്രൈറ്റീരിയ 1 എന്ന് പറയുന്നത്. കോമയിട. ദെൻ അടുത്തത് എന്താണ്, ക്രൈറ്റീരിയ 1 കഴിഞ്ഞാൽ ക്രൈറ്റീരിയ റേഞ്ച് 2 ആണ്. എന്താണ് റേഞ്ച് 2, കളറാണ്. റൂബി എന്ന് പറയുന്ന കളർ അല്ലേ. അപ്പോൾ ആ കളറിൻ്റെ കോളം അങ്ങ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ് ആയിട്ട്. ദെൻ കോമയിട. ഇനി എന്താണ്, ക്രൈറ്റീരിയ റേഞ്ച് 2 കഴിഞ്ഞാൽ ക്രൈറ്റീരിയ 2 ആണ്. ക്രൈറ്റീരിയ 2 എന്ന് പറയുന്നത് എന്താണ്, എബണി ആണ് അല്ലേ, റൂബി ആണ്, കളറാണ് റൂബി. ഓക്കെ, ദെൻ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുക. ദെൻ ഇതാണ് നമ്മുടെ ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത്. അതായത് ലിവിങ് റൂം റൂബി ഉള്ളത് 456.5 ആണ് നമ്മുടെ ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മൾട്ടിപ്പിൾ ക്രൈറ്റീരിയാസ് വെച്ചിട്ട് ആവറേജ് ഈഫസ് കാണുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ നമ്മളിന്ന് പഠിച്ച ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അഗ്രിഗേറ്റ് കണ്ടു, അതുപോലെ തന്നെ സം ഈഫസ്, കൗണ്ട് ഈഫസ്, ആവറേജ് ഈഫസ്, ഇത് 3 കണ്ടു കഴിഞ്ഞു അല്ലേ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണോ ക്ലാസ് വേണ്ടത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അടുത്ത ടോപ്പിക് ഏതാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.